ഹായ്, നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് യൂട്യൂബിൻ്റെ കുറച്ച് സെറ്റിങ്സ് ആണ്. അതായത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനി അതിന് ശേഷം നമ്മളെ അക്കൗണ്ട് എന്താ പറയുക സെർച്ച് റിസൾട്ടിൽ വരാനായിട്ടും അതേപോലെ തന്നെ യൂട്യൂബിൻ്റെ കുറച്ച് സെറ്റിങ്സുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളതാണ് എന്ത് ചെയ്യുമ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ യൂട്യൂബിൻ്റെ സെറ്റിങ്ങിൽ കയറിയതിന് ശേഷം കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിന് മുന്നായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മളൊരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അതായത് ഈ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ മെയിനായിട്ട് ഒരു ഹുക്ക്, അതേപോലെ തന്നെ വാല്യൂ, അതേപോലെ കോൾ ടു ആക്ഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, അതിൽ ഉൾപ്പെടുത്തണം. അതായത് മാക്സിമം എന്ത് ചെയ്യണം, ആളുകളെ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള കണ്ടന്റ് എന്ത് ചെയ്യുക, നിങ്ങൾ സെലക്ട് ചെയ്യുക. അതായത് ഇപ്പോൾ ഡെയിലി വ്ളോഗ്സ് ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഡെയിലി വ്ളോഗ്സ് എന്നൊക്കെ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണ്ട, ഒരു സ്ക്രിപ്റ്റ് കാര്യങ്ങളൊന്നും ഇല്ലാതെ കറക്റ്റ് നിങ്ങളിപ്പോൾ ചെയ്യുന്ന ഡെയിലി ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് എടുത്തിടുക എന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു യൂട്യൂബ് ചാനൽ എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഇതിൻ്റെ ഒരു സെറ്റിങ്സ് നോക്കി വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ടൈം കളയാണ്ട് എന്ത് ചെയ്യുക, നമുക്ക് എങ്ങനെയാണ് ആ സെറ്റിങ്ങുകൾ, എന്തൊക്കെയാണ് ആ സെറ്റിങ്ങുകൾ വരുന്നത് എന്നൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് നോക്കി വെക്കാം. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നേരെ വന്നു കഴിഞ്ഞാൽ യൂട്യൂബ് സ്റ്റുഡിയോയിൽ കയറുക. യൂട്യൂബ് സ്റ്റുഡിയോ എങ്ങനെ ഓപ്പൺ ആക്കേണ്ട കാര്യങ്ങളൊക്കെ എന്ത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നേരെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ കയറിയതിന് ശേഷം ഇവിടെ സെറ്റിങ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇവിടെയായിരുന്നു നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ എന്ത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ബാക്കിയാണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ജനറൽ സെറ്റിങ്സ്. അതിൽ നമുക്ക് ഇവിടെ കറൻസി എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഏത് യൂണിറ്റിലാണ് നമുക്കിത് കാണിക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ USD, ഡോളർ, പിന്നെ അതേപോലെ തന്നെ നമുക്ക് എന്താണ് നമ്മളെ ഇന്ത്യൻ INR ഇങ്ങനെ ഓപ്ഷനൊക്കെ ഉണ്ടാവും. അത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ നമ്മൾ INR എന്നുള്ളതിലേക്ക് എന്ത് കൊടുത്തിട്ടുണ്ട്, മാറ്റി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ഏത് രാജ്യമാണോ അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, അതിൽ മാറ്റം വരുത്തുക. പിന്നെ വരുന്നത് ഇവിടെ ചാനൽ എന്നുള്ളതാണ്. ഇവിടെ ചാനൽ എന്നുള്ളിടത്ത് എന്ത് ചെയ്യുക, നമ്മളെ കൺട്രി, അതായത് ബേസിക് ഒരു ഇൻഫോർമേഷൻ നമ്മൾ എന്ത് ചെയ്യണം, കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ നമ്മളെ ചാനൽ എവിടെയുള്ളതാണ്, നമ്മൾ ഇന്ത്യൻ ബേസ് ചെയ്തിട്ടുള്ള ചാനലാണ്. അപ്പോൾ അത് എന്ത് ചെയ്യുക, നമ്മൾ കൊടുക്കുക. പിന്നെ ഇവിടെ കീവേഡ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ കീവേഡ്സ് കൊടുക്കേണ്ടത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ കുറച്ച് ഇപ്പോൾ SEO ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മൾ വെബ്സൈറ്റിൻ്റെ SEO ചെയ്യുന്ന സമയത്ത് നമ്മൾ കീവേഡ് റിസർച്ച് ചെയ്തിട്ട് അതിൽ ഏറ്റവും ആളുകൾക്ക് ആവശ്യമുള്ള കീവേഡ്, അല്ലെങ്കിൽ ആളുകൾ സെർച്ച് ചെയ്യുന്ന കീവേഡ്, അതായത് അതിൽ എന്താ പറയുക, ലോ കോമ്പറ്റീഷനും ഹൈ വോളിയം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കീവേഡ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, കീവേഡ് റിസർച്ച് ചെയ്തതിന് ശേഷം മാത്രമാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ SEOയിൽ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ സെയിം ഒരു രീതി തന്നെ ഇവിടെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങളത് നീഷിനനുസരിച്ചിട്ടുള്ള കീവേഡ്സ്, ആളുകൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള കീവേഡ്സ് എന്ത് ചെയ്യുക, നിങ്ങൾ റിസർച്ച് ചെയ്തിട്ട് വേണം ഇതിൽ ആഡ് ചെയ്യാനായിട്ട്. ഇതിന് കീവേഡ് റിസർച്ച് ചെയ്യുന്നതിനുള്ള ഒരു ടൂള് കാര്യങ്ങളുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യും, ഈ വീഡിയോ തന്നെ നമ്മൾ കാണിക്കുന്നതായിരിക്കും. പിന്നെ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വരും വീഡിയോസിലും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരുന്നതായിരിക്കും. ഇപ്പോൾ ഇവിടെ നമുക്കൊരു കീവേഡ് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഓക്കെ. പിന്നെ അതേപോലെ SEO, SMM, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, അതുപോലെ SEM, സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ്, ഇതേപോലുള്ള നമ്മൾ ഇതൊക്കെയായി ബന്ധപ്പെട്ടുള്ള ഒരു കണ്ടന്റാണ് നമ്മൾ ഈ ഒരു ചാനൽ വഴി നമ്മൾ പുറത്ത് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇതേപോലുള്ള അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കീവേഡ്സ് വേണം നമ്മൾ കൊടുക്കാനായിട്ട്. ഇവിടെ നമ്മൾ അഡ്വാൻസ് സെറ്റിങ്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ 3 ഓപ്ഷൻസ് ഉണ്ടാവും. അതായത് ഈ ഒരു ചാനലിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസ് ആണോ ചെയ്യുന്നത്, ഇനി അത് കുട്ടികൾക്ക് വേണ്ടിയുള്ള വീഡിയോസ് അല്ല, അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് ഓരോ വീഡിയോയിലായിട്ട് എന്ത് ചെയ്യാനായിട്ട് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അതല്ല, നിങ്ങൾക്ക് ഇവിടെ തന്നെ സെറ്റ് ചെയ്ത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, എല്ലാ വീഡിയോയിലും ആ ഒരു രീതിക്ക് തന്നെ അത് വന്നുകൊണ്ടിരിക്കും. പിന്നെ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യണ്ട, മാറ്റേണ്ട ആവശ്യമില്ല. ഇനി അതല്ല, നിങ്ങൾക്ക് എല്ലാ വീഡിയോയിലും ആ ഒരു കാര്യം ചേഞ്ച് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇവിടെ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ ഇവിടെ എന്ത് ചെയ്യുക, സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ മൂന്നാമത് കാണുന്ന ഈ ഒരു ഓപ്ഷൻ എന്ത് ചെയ്യുക, നിങ്ങൾ സെറ്റ് ചെയ്യാം. ഇതിൻ്റെ താഴത്തായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്താണ്, ഗൂഗിൾ ആഡ്സ് അക്കൗണ്ട് ലിങ്കിങ്. ഈ ഗൂഗിൾ ആഡ്സ് അക്കൗണ്ട് ലിങ്കിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഗൂഗിൾ ആഡ്സിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ അതായത് നമ്മുടെ ഒരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ പ്ലേലിസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഗൂഗിൾ ആഡ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ ഗൂഗിൾ ആഡ്സ് സെർച്ച് എഞ്ചിൻ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്, ഗൂഗിളിൻ്റെ തന്നെ ഒരു ടൂളാണ്.
അപ്പോൾ ആ ഒരു ടൂള് നമുക്ക് എന്ത് ചെയ്യാം, യൂട്യൂബിൽ കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ആ യൂട്യൂബ് കണക്ട് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബ് പ്രൊമോഷൻ ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഗൂഗിൾ ആഡ്സിൻ്റെ അക്കൗണ്ട് അത് വേണം. അത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഡയറക്റ്റ് ഇതിലിവിടെ ലിങ്ക് അക്കൗണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് ഇവിടെ കണക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ. പിന്നെ നമുക്ക് ഇവിടെ കുറച്ച് അതിൻ്റെ താഴത്ത് വരുമ്പോൾ കുറച്ച് ഓപ്ഷൻസ് ഇവിടെ കാണാൻ പറ്റും. ഇതിലിവിടെ അഡ്വർടൈസ്മെന്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമ്മൾ ഡിസബിൾ ആയിട്ടാണോ കിടക്കുന്നത് എന്ന് എന്ത് ചെയ്യണം, നോക്കണം. അതായത് നിങ്ങൾ ഈ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയിൽ അഡ്വർടൈസ്മെന്റ് വരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ്. ഇത് ഡിസബിൾ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യില്ല, നിങ്ങളുടെ വീഡിയോയിൽ എന്ത് ചെയ്യില്ല, അഡ്വർടൈസ്മെന്റ് വരില്ല. അഡ്വർടൈസ്മെന്റ് വരാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം നമുക്ക് അതുവഴി കിട്ടുന്ന റവന്യൂ എന്ത് ചെയ്യില്ല, കിട്ടൂല എന്നുള്ളത്. ഓക്കെ. പിന്നെ വരുന്നത് ഫ്യൂച്ചർ എലിജിബിലിറ്റി ആണ്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 3 തരത്തിലുള്ള വെരിഫിക്കേഷൻ ചെയ്യാനായിട്ട് ഉണ്ട്. അതായത് യൂട്യൂബിൽ 3 തരത്തിലുള്ള വെരിഫിക്കേഷൻ ചെയ്യണം. പിന്നെ അതേപോലെ മോണിറ്റൈസേഷനും ഈ ഒരു എലിജിബിലിറ്റി നമുക്ക് ആവശ്യമാണ്. പിന്നെ അതേപോലെ തന്നെ ഇതിൽ വരുന്ന ഒന്ന് ഇപ്പോൾ ഫസ്റ്റത്തെ ഈ സ്റ്റാൻഡേർഡ് ഫീച്ചേഴ്സ് എന്നുള്ളതിൽ നമ്മൾ കയറി വെരിഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഓൾറെഡി വെരിഫൈ ചെയ്ത ചാനലാണ്. നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാൻ ഭയങ്കര സിമ്പിളാണ് കേട്ടോ. നിങ്ങളത് കയറി നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അത് ആ രീതിക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. അതിൽ ഈ ഒരു വെരിഫിക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ പ്ലേലിസ്റ്റ് ക്രിയേഷൻ അതേപോലുള്ള ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യും, കിട്ടും. അതേപോലെ കൊളാബറേഷൻ, ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് വേറെ ചാനലായിട്ട് നമുക്ക് കൊളാബറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ പിന്നെ ആഡ് ന്യൂ വീഡിയോ ടു എക്സിസ്റ്റിംഗ് പ്ലേലിസ്റ്റ്, അതായത് വീഡിയോ എക്സിസ്റ്റിംഗ് പ്ലേലിസ്റ്റിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെയുള്ള ഓപ്ഷൻസ് നമുക്ക് അവിടെ വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ താഴത്ത് വരുന്നത് ഇമ്മീഡിയറ്റ് ഫീച്ചറാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഫോൺ നമ്പർ കൊടുത്തിട്ട് എന്ത് ചെയ്യണം, നമ്മളെ മൊബൈൽ നമ്പർ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇത് വെരിഫൈ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ. അപ്പോൾ ഇത് നമ്മൾ ഫോൺ നമ്പർ വെച്ചിട്ട് നമുക്കിവിടെ വെരിഫൈ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അതായത് ഇത് ചെയ്താലുള്ള ഏറ്റവും ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 15 മിനിറ്റിൽ കൂടുതൽ നിങ്ങളുള്ള, അതായത് ലെങ്ത് ഉള്ള വീഡിയോസ് നമുക്കിവിടെ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അതേപോലെ തംബ്ലൈൻ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള തംബ്ലൈൻ നിങ്ങൾക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു വെരിഫിക്കേഷൻ നിങ്ങൾ ചെയ്തിരിക്കണം. പിന്നെ അതേപോലെ ലൈവ് സ്ട്രീമിങ്, ഇപ്പോൾ ഗെയിമിംഗ് ചാനലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈവ് കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ അല്ല ഗെയിമിംഗ് ചാനൽ എന്നല്ല എല്ലാ ചാനലിലും നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. പക്ഷെ ആ ഒരു ഓപ്ഷൻ കൂടെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വെരിഫിക്കേഷൻ നിങ്ങൾ ചെയ്യണം. എങ്കിൽ മാത്രമാണ് യൂട്യൂബിൽ ഈ ഒരു ഫീച്ചർ നമുക്ക് കിട്ടുക. പിന്നെ ഇവിടെ അഡ്വാൻസ് ഫീച്ചർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് 2 തരത്തിൽ ഈ ഒരു വെരിഫിക്കേഷൻ ചെയ്യാനായിട്ട് പറ്റും. ഒന്ന് നിങ്ങളുടെ ID കാർഡ്, അതായത് ഡ്രൈവിംഗ് ലൈസൻസ്, അതുപോലെ ID ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വെരിഫൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ വീഡിയോ വെരിഫിക്കേഷൻ ആണ്. വീഡിയോ വെരിഫിക്കേഷൻ വെച്ചാൽ നിങ്ങളെ ഫോണ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് അത് ലൈവായിട്ട് തന്നെ റെക്കോർഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ റെക്കോർഡ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അത് വെരിഫൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ അതേപോലെ ചാനൽ ഹിസ്റ്ററി ആണ്. ചാനൽ ഹിസ്റ്ററി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു 2 മാസത്തെ ചാനൽ ഹിസ്റ്ററി വെച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ വെരിഫൈ ചെയ്ത് എടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഒരുപാട് എന്താ പറയുക ഫീച്ചേഴ്സ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്, അതായത് എലിജിബിൾ ടു അപ്ലൈ ഫോർ മോണിറ്റൈസേഷൻ. അതായത് നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടണമെങ്കിലും ഈ മൂന്നാമത് പറയുന്ന ഈ ഒരു അഡ്വാൻസ് ഫീച്ചർ എന്ത് ചെയ്യണം, നിങ്ങൾ എനേബിൾ ചെയ്ത് വെരിഫൈ ചെയ്തിട്ടാൽ മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ, നമുക്ക് മോണിറ്റൈസേഷൻ വരെ കിട്ടുള്ളൂ. ഓക്കെ. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് വരുന്നത്. പിന്നെ നമുക്കിവിടെ അപ്ലോഡ് ഡിഫോൾട്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ടൈറ്റിൽ കൊടുക്കുക. അതായത് ഇത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഇപ്പോൾ നിങ്ങളൊരു വീഡിയോ ഇടാണ്, ഇപ്പോൾ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് തന്നെ ഞാൻ പറയാം. ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പറഞ്ഞൊരു ഒരു കീവേഡ് അല്ലെങ്കിൽ ഒരു വീഡിയോ ആണ് നിങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് എന്ന് വിചാരിക്കാം. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ്, അതായത് മലയാളം ഇതേ രീതിക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇവിടെ സെറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങളെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്തു, ഓട്ടോമാറ്റിക് തന്നെ അവിടെ ഈ ടൈറ്റിലും അതേപോലെ ഈ താഴത്ത് കൊടുക്കുന്ന ഈ ഡിസ്ക്രിപ്ഷന് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യും, അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് നിങ്ങളൊരു കണ്ടന്റ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അതേ സ്ഥലത്ത് തന്നെ വരും. പക്ഷെ അതിന് ഞാൻ കൂടുതൽ യോജിക്കുന്നില്ല. നിങ്ങൾക്ക് എന്തായാലും പുതിയ കണ്ടന്റ് ആകുമ്പോൾ അതിനനുസരിച്ചുള്ള ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കൊടുക്കേണ്ടത്. ഇവിടെ വിസിബിലിറ്റി ഉണ്ട്. അതായത് അത് പബ്ലിക് ആണെന്നുണ്ടെങ്കിൽ പബ്ലിക് കൊടുക്കാം, പ്രൈവറ്റ് ആണെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് കൊടുക്കാം,
അൺലിസ്റ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ നിങ്ങൾക്ക്, നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് അത് ആരും കാണാതെ നമ്മൾ തന്നെ കാണുന്ന രീതിയിൽ തന്നെ സെറ്റ് ചെയ്ത് വെക്കുന്നതാണ് ഈ അൺലിസ്റ്റഡ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ ടാഗ്സ് ആണ്. ഈ ടാഗ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ചെയ്യുന്ന കണ്ടന്റ് അത് ആളുകൾ സെർച്ച് ചെയ്യും. യൂട്യൂബിന്റെ ഈ സെർച്ച് റിസൾട്ടിൽ നമ്മളെ കാണുന്നുണ്ടെങ്കിൽ ടാഗിന് വലിയൊരു പ്രാധാന്യമുണ്ട്. അതായത് ഈ ടാഗിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുക നമ്മളെ അവിടെ കാണിക്കുക എന്നുള്ളത്. അതിനേക്കാൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നിങ്ങളുടെ കണ്ടന്റ് ആണ്. നിങ്ങളുടെ കണ്ടന്റിന് ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ, ഇത് ആളുകൾ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇത് എന്ത് ചെയ്യുള്ളൂ, റാങ്ക് ചെയ്ത് വരിക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ ടാഗിൻ്റെ അടുത്ത് ഇപ്പോൾ എക്സാമ്പിൾ കാണിച്ചു തരാം. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അതേപോലെ തന്നെ SEO, SMM, ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, ടാഗ് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് സേവ് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് സേവ് ചെയ്തിടാനായിട്ടും പറ്റും. ഓക്കെ, അത് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ അഡ്വാൻസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ലൈസൻസ്, ഇവിടെ ലൈസൻസ് ഇപ്പോൾ സ്റ്റാൻഡേർഡ് യൂട്യൂബ് ലൈസൻസ്, അതേപോലെ ക്രിയേറ്റീവ് കോമൺ ലൈസൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അത് നിങ്ങൾ എന്ത് ചെയ്യുക, അത് നിങ്ങളെ ഇതിനനുസരിച്ച് എന്ത് ചെയ്യുക, സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, പിന്നെ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്താണ് കാറ്റഗറി. ഇപ്പം നമ്മൾ ഏത് തരത്തിലുള്ള വീഡിയോസാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അപ്ലോഡ് ചെയ്യുന്നത്, അത് ഇവിടെ വന്നിട്ട് ഈ ഒരു കാറ്റഗറി എന്നുള്ള ഓപ്ഷൻ കണ്ടോ, ഇവിടെ നമുക്ക് ഓട്ടോ, അതേപോലെ വെഹിക്കിൾസ്, പിന്നെ കോമഡി, എഡ്യൂക്കേഷൻ, പിന്നെ എൻ്റർടൈൻമെൻറ്റ്, ഫിലിം, ആനിമേഷൻ, ഗെയിമിങ്, ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഏത് ആണ് നമ്മൾ ചെയ്യുന്ന വീഡിയോ, ഇതിൽ വരുന്ന ഏത് കാറ്റഗറിയാണ് നമ്മൾ ചെയ്യുന്ന വീഡിയോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ യൂട്യൂബിന് അതിനെ മനസ്സിലാക്കാൻ, അത് നമ്മുടെ കണ്ടന്റ് ഈ ഒരു കാറ്റഗറിയുമായി ബന്ധപ്പെട്ടുള്ള കണ്ടന്റ് ആണ്, അപ്പോൾ ഈ ഒരു ഇൻട്രസ്റ്റുള്ള ആളുകൾക്ക് ആണ് ഈ ഒരു വീഡിയോ എത്തിക്കേണ്ടത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് താഴെ വരുന്നത് ലാംഗ്വേജസ് വരുന്നുണ്ട്. ലാംഗ്വേജസ് എന്ന് പറയുമ്പോൾ ഏത് ലാംഗ്വേജ് ആണ്, അതായത് വീഡിയോൻ്റെ ലാംഗ്വേജ്, ഇപ്പോൾ മലയാളം ആണെന്നുണ്ടെങ്കിൽ മലയാളം എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് മലയാളം എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇതവിടെ വന്നു കഴിഞ്ഞാൽ താഴോട്ട് വരുന്ന സമയത്ത് നമുക്കിവിടെ മലയാളം എന്നുള്ളത് കാണാൻ സാധിക്കും. അപ്പം മലയാളം എന്നുള്ളത് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇവിടെ വരുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അതായത് സർട്ടിഫിക്കേഷൻ ആണ്. ഓക്കെ, അപ്പോൾ അത് അതേപോലെ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതേപോലെ ടൈറ്റില്, ഡിസ്ക്രിപ്ഷന്, അത് ഏത് ലാംഗ്വേജിലുള്ളതാണ്, അത് ഏതാ ലാംഗ്വേജ് നിങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇംഗ്ലീഷിലാണെങ്കിൽ ഇംഗ്ലീഷ് എന്നുള്ളത് എന്ത് ചെയ്യുക, നിങ്ങളത് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, എന്നിട്ട് നമ്മളിവിടെ സേവ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് സേവ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓക്കെ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, പിന്നെ നമുക്ക് വരുന്നത് പെർമിഷൻസ് ആണ്. അതായത് ഈ ഒരു ചാനൽ വേറെ ഏതെങ്കിലും ഒരു ആൾക്ക് മാനേജ് ചെയ്യാനായിട്ട് കൊടുക്കുക. അതായത് ഇപ്പോൾ ചില കമ്പനി അക്കൗണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഡിജിറ്റൽ മാർക്കറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരായിരിക്കും അത് മാനേജ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതിന് വേണ്ടി നമുക്കിവിടെ ഇൻവൈറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ നമുക്ക് ഒരാളുടെ മെയിൽ ID ഇവിടെ കൊടുത്തതിന് ശേഷം അയാൾക്ക് ഏത് തരത്തിലുള്ള ആക്സസ് ആണ് ഈ ചാനലിൻ്റെ കൊടുക്കേണ്ടത്, അതായത് മാനേജർ ആക്കാൻ പറ്റുകയാണെങ്കിൽ മാനേജർ ആക്കാം, എഡിറ്റർ ആക്കണമെങ്കിൽ എഡിറ്റർ ആക്കാം, അതേപോലെ തന്നെ വ്യൂവർ ആക്കണമെങ്കിൽ, അതായത് ഇതിൽ നടക്കുന്ന കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കാൻ മാത്രമേ പറ്റുള്ളൂ, വേറെ ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല, അതായത് ഈ വ്യൂവർ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും നമ്മളെ ചാനൽ മാനേജ് ചെയ്യാൻ വേണ്ടി കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ വേറൊരാൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. പിന്നെ ഇവിടെ നമുക്കിവിടെ ഓട്ടോമാറ്റഡ് ഫിൽറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അവിടെ നമുക്ക് മാനേജിങ് മോഡറേറ്റർ അതുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ അതേപോലെ സ്റ്റാൻഡേർഡ് മോഡറേറ്റർ, പിന്നെ അതേപോലെ തന്നെ അപ്രൂവ്ഡ് യൂസേഴ്സ്, ഹൈഡർ യൂസേഴ്സ്, അതായത് നമുക്ക് ആരെയും ഹൈഡ് ചെയ്യണമെന്നെങ്കിൽ എന്ത് ചെയ്യുക, ഇവിടെ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കിവിടെ വരുന്നുണ്ട്. പിന്നെ ആൾ ചാനൽസ് ക്യാൻ റീഡയറക്റ്റ് ടു മൈ കണ്ടന്റ്, അതായത് അത് എന്ത് ചെയ്യുക, ഞങ്ങൾ ഓൺ ആക്കിയിടുക. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവിടെ നമുക്ക് വരുന്നുണ്ട്. ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ വേറെ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. ഇതിൽ ഓരോ കാര്യങ്ങളും ഏത് രീതിക്കാണ് എങ്ങനെയാണെന്നുള്ളത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ടൈം ഇങ്ങനെ പോകുന്നുണ്ട്, ഒരുപാട് ലെങ്ത് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്കും അത് കാണാനൊരു ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, പിന്നെ ഇവിടെ വരുന്ന കാര്യങ്ങളുണ്ട്, അതായത് കമൻറ്റ്, അത് ഓൺ ആക്കിയിടുക. അതായത് നിങ്ങളെ വീഡിയോക്ക് കമൻറ്റ് കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കത് ഓൺ ആക്കിയിടാവുന്നതാണ്. ഇത് നമുക്ക് എന്ത് ചെയ്യും, ഓരോ വീഡിയോക്കും സെപ്പറേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ നമുക്ക് വരുന്നത് ഇതൊരു സെറ്റിംഗ് അല്ല, ഇത് ജസ്റ്റ് ഒരു യൂട്യൂബിൻ്റെ ഒരു സർവേ ആണ്, അത് നമുക്ക് എന്ത് ചെയ്യാൻ നോക്കാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ എഗ്രിമെൻറ്റ് കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളാണ് ഇതിൻ്റെ ഒരു സെറ്റിങ്സിൽ നമുക്ക് വരുന്നത്.
ഓക്കെ, ഇപ്പൊ ഇത്തരം കാര്യങ്ങളാണ് എന്ത് നമ്മളെ യൂട്യൂബിന്റെ സെറ്റിംഗ്സിൽ വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇതിന്റെ ഒരു SEO ടൂൾ ഉണ്ട്. അപ്പൊ ആ ഒരു ടൂളിനെ കുറിച്ചാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ എന്ത് ചെയ്യുന്നതായിരിക്കും, നോക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സജഷൻസ് കാര്യങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കമന്റിൽ അറിയിക്കാവുന്നതാണ്. പിന്നെ അതേപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ എങ്ങനെയാണ്, ഏത് രീതിക്കാന്നുള്ളതൊക്കെ നിങ്ങൾക്ക് എക്സ്ട്രാ കാര്യങ്ങൾ അറിയുന്നുണ്ടെങ്കിലും എന്ത് ചെയ്യുക, നമ്മുടെ അടുത്ത് കമന്റിൽ നമ്മളെ അറിയിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ടൂളിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, കീപ്പ് വാച്ചിങ്.